ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഹെലികോപ്റ്റർ സഞ്ചാരം കേരളത്തിന്റെ ടൂറിസത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിലവിലുള്ള ഹെലിപാഡുകൾ നവീകരിക്കുമെന്നും ഹെലിപാഡുകൾ ഇല്ലാത്ത ജില്ലകളിൽ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു ഹെലി ടൂറിസം നയം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം അറിയിക്കുകയാണ്. ഹെലി ടൂറിസം നമുക്ക് കേരളത്തിൽ എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്താനാകും. കേരള ടൂറിസത്തിന്റെ നവീകരിച്ച വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ലോഞ്ചിംഗ് നിർവഹിച്ചു. സഞ്ചാരി സൌഹൃദമാണ് പുതിയ വെബ്സൈറ്റ് എന്ന് മന്ത്രി പറഞ്ഞു. ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളുടെയും ദൃശ്യങ്ങളുടെയും സഹായത്തോടെ കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ വെബ്സൈറ്റ് പരിചയപ്പെടുത്തും. ഓരോ ഡെസ്റ്റിനേഷനിലെയും താമസ സൌകര്യങ്ങൾ, ഭക്ഷണ വൈവിധ്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളും നൽകും. വർഷം 1 കോടിയിലധികം പേരാണ് നിലവിൽ കേരള ടൂറിസം വെബ്സൈറ്റ് സന്ദർശിക്കുന്നത്. പുതിയ വെബ്സൈറ്റിൽ എണ്ണം കൂടുമെന്നും ഇത് കേരളം സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടുവാർത്ത പൂർത്തിയാവുന്നു. ഇടവേളയ്ക്ക് ശേഷം ടോക്കിംഗ് പോയിന്റിൽ മുഹമ്മദ് റാഷിദ്.